ഇപ്പോൾ നല്ല രീതിയിൽ മഴ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സഡൻ ആയിട്ടാണ് മഴയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മുമ്പ് ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സിക്ലിഡ് വെറൈറ്റിയിൽ പെട്ട നമ്മുടെ ഓസ്കാർ കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മഴവെള്ളം വീഴുന്ന ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അവർക്ക് നല്ല രീതിയിൽ സ്ട്രെസ് വരാറുണ്ട്. സ്ട്രെസ് വന്നിട്ട് അവർ ഡെഡായി പോകാറുണ്ട്. അപ്പോൾ മഴവെള്ളം വീഴുന്ന ടാങ്ക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മഴവെള്ളം നമ്മുടെ ഫിഷ് ടാങ്കുകളിൽ അതായത് ഔട്ട്ഡോർ ടാങ്കുകളിൽ ഡയറക്റ്റ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. പിന്നെ രണ്ടാമത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് pH ഡിഫറൻസ് ആണ്. പിന്നെ മൂന്നാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോകുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സഡൻ ഷിഫ്റ്റാണ് മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഓസ്കാർ മത്സ്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്കാർ മത്സ്യങ്ങൾക്ക് ഇങ്ങനെ മഴവെള്ളം ഡയറക്റ്റ് വീഴുമ്പോൾ എല്ലാ മീനുകൾക്കും ഒരുമിച്ചൊന്നും പ്രശ്നം വരില്ല. ചില മീനുകളായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ ഡെഡായി പോവുകയും ചെയ്യും. ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ പിറ്റേ ദിവസം ഇപ്പോൾ മഴ ഇന്ന് നല്ല രീതിയിൽ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നമ്മൾ നോക്കുമ്പോൾ അതിൽ സ്ട്രെസ് വന്നിട്ടുള്ള ഓസ്കാറുകൾ മുകളിൽ വന്നിട്ട് ബ്രീത് ചെയ്യുന്ന കാണാം കണ്ടിന്യൂസ് ആയിട്ട്. എന്നിട്ട് അവർ പുറകോട്ട് നീന്തുന്ന കാണാം. അതായത് മുകളിൽ വന്ന് ബ്രീത് ചെയ്തിട്ട് പുറകോട്ട് നീന്തുന്ന കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കാം അവർ ഈ മഴയുടെ പ്രശ്നമാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ അവർക്ക് എന്തോ ഇഷ്യൂ വന്നിട്ടുള്ളതാണ്. അതായത് ഏതോ ഒരു പ്രശ്നം, അതായത് ഒന്നുകിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ pH അല്ലെങ്കിൽ ഓക്സിജൻ ലെവലിൻ്റെ പ്രോബ്ലം അവരെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈനാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ മാറ്റിയിട്ട് ഒന്ന് ട്രീറ്റൊക്കെ ചെയ്ത് നോക്കാം. പക്ഷേ രക്ഷപ്പെടുത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സാധാരണ ട്രീറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലാണ് കിടക്കുന്നത്. വലിയ ടാങ്ക് ആയതുകൊണ്ട് വെള്ളം വറ്റിക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഈ ഒരു മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു ടാങ്ക് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. പക്ഷേ നിങ്ങളുടെ ചെറിയ ടാങ്കിലാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ പിടിച്ച് സെപ്പറേറ്റ് ഒരു ടാങ്കിലിട്ട് എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. വെള്ളത്തിൽ എന്തെങ്കിലും മെത്തലിൻ ബ്ലൂവോ അല്ലെങ്കിൽ കുറച്ച് സോൾട്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് 3-4 ദിവസത്തിനുള്ളിൽ ഡെഡായി പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു മഴവെള്ളം ഡയറക്റ്റ് ടാങ്കിൽ വീഴുമ്പോൾ അത് വെള്ളത്തിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ആണെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ മീനുകൾ കാര്യങ്ങളൊക്കെ കിടക്കുന്ന ടാങ്കാണ് നമുക്കറിയാം. അതിനകത്ത് പക്ഷേ എല്ലാ ജീവജാലങ്ങൾക്കും ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ മീനുകളൊക്കെ കിടക്കുന്ന വെള്ളം കുറച്ച് വാമായിരിക്കും. അതേസമയം മഴവെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ തണുപ്പുള്ള വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ വീഴുമ്പോൾ തീർച്ചയായിട്ടും സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. അത് ചില മീനുകളൊക്കെ അതിനോട് അഡാപ്റ്റ് ആവുന്ന മീനുകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഗൗരാമി ഫാമിലിയിൽപ്പെട്ട മീനുകളും അതുപോലെ ഈ വാഹ അങ്ങനെയുള്ള കുറേ മീനുകൾ, നമ്മുടെ സ്നേക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇതിനോട് നല്ല രീതിയിൽ അഡാപ്റ്റ് ആവുന്ന മീനുകളാണ്. എന്നാൽ അഡാപ്റ്റ് ആവാത്ത മീനുകളാണ് ഈ സിക്ലെഡ് വെറൈറ്റിയിലൊക്കെ പെട്ട കുറേ മീനുകൾ, മെയിനായിട്ട് ഈ ഓസ്കാർ പോലുള്ള മീനുകൾ. ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞത് pH ആണ്. അതായത് വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് 7 ആണ്. മഴവെള്ളത്തിൻ്റെ pH റഫായിട്ട് പറയുന്നത് 5 ആണ്. ശുദ്ധമായ വെള്ളത്തിൻ്റെ pH ആണ് 7 എന്ന് പറയുന്നത്. പക്ഷേ മീനുകൾ കിടക്കുന്ന ടാങ്കിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ മീനുകളുടെ വേസ്റ്റൊക്കെ വന്നിട്ട് അത് കുറച്ച് അസിഡിക് ആയിട്ടുണ്ടായിരിക്കും. അതായത് 7-നും താഴെ പോയിട്ടുണ്ടായിരിക്കും. അതിലേക്ക് വീണ്ടും കുറഞ്ഞ pHയിലുള്ള മഴവെള്ളം വീഴുമ്പോൾ, അതായത് pH 5 ആയിട്ടുള്ള മഴവെള്ളം വീഴുമ്പോൾ ടാങ്കിലെ വെള്ളം വീണ്ടും അസിഡിക് ആവും. ഇങ്ങനെ pHയിൽ വരുന്ന സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റാണ് വീണ്ടും മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മീനുകളെയും ഇത് ബാധിക്കാറില്ല. ചില മീനുകളൊക്കെ ഇതിനോട് അഡാപ്റ്റ് ആവുന്ന മീനുകളാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള മീനുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞത് ഓക്സിജൻ ലെവലാണ്. മഴവെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ കുറഞ്ഞ മഴവെള്ളം ടാങ്കിൽ വീഴുമ്പോൾ തീർച്ചയായിട്ടും ടാങ്കിലെ ഓക്സിജൻ ലെവൽ കുറയും. എങ്കിലും അത് മീനുകളെ സീരിയസ് ആയിട്ട് ബാധിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം ടാങ്കിലേക്ക് കുത്തി വീഴുന്ന സമയത്ത് സർഫസ് എജിറ്റേഷൻ നടക്കുന്നുണ്ട്. ഈ സർഫസ് എജിറ്റേഷൻ വഴി വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ആവും. അപ്പോൾ മഴവെള്ളം വീഴുന്ന ടാങ്കുകളിൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.